നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാറ്റ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ബ്രൂണോ ഗിമാറസ് അല്ലെങ്കിൽ ബ്രൂണോ ജി ഫ്രം ന്യൂകാസിൽ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻ അഡ്വാൻസ് ടോക്സ് വിത്ത് ബ്രൂണോ ജീസ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, ട്രാൻസ്ഫർ ന്യൂസ്. സോ ഇത് ആക്ച്വലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫില്ല് ചെയ്യപ്പെടേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് വെച്ചാൽ മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡിൽ ഒന്നും രണ്ടും അല്ല, ഇപ്പോൾ പറയുന്നത് കേട്ടനുസരിച്ച് 3 ആൾക്കാരെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഉഗാർട്ടെ, മാനുവൽ ഉഗാർട്ടേനെ ചിലപ്പോൾ സമ്മറിൽ വിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതീക്ഷ പോലെ ഒന്നും ഉഗാർട്ടയുടെ പെർഫോമൻസ് വരാത്ത സ്ഥിതിക്ക് ഉഗാർട്ടേനെ സെല്ല് ചെയ്യും എന്നുള്ളൊരു ന്യൂസാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 പ്ലെയേഴ്സിനെ കൊണ്ടുവരും എന്നുള്ളൊരു ന്യൂസാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടോപ്പ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരണം എന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലേറ്റസ്റ്റ് സ്ട്രാറ്റജി. നമുക്കറിയാം കഴിഞ്ഞ സമ്മറിൽ വിജയിച്ച സ്ട്രാറ്റജിയാണ് പ്രീമിയർ ലീഗ് പ്രൂവൻ പ്ലെയേഴ്സ്. അതേപോലെ തന്നെ ഈ സമ്മറിലും അങ്ങോട്ടേക്ക് ആ ഒരു സെയിം സ്ട്രാറ്റജിയുടെ വഴിയിൽ തന്നെ ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രൂണോ ജീനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിക്കാനായിട്ടുള്ള അഡ്വാൻസ് ടോക്സിലാണ് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയതായിട്ട് അറിയാൻ കേട്ടതെന്ന് വെച്ചാൽ ബ്രൂണോ ഗിമാറസും ഈ ഒരു ട്രാൻസ്ഫറിന് യെസ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്തുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ ന്യൂകാസിൽ പുറത്താകുകയും പിന്നീട് അടുത്ത സീസണിലേക്കുള്ള ചാമ്പ്യൻസ് ലീഗ് മിക്കവാറും കിട്ടത്തില്ല എന്നുള്ള ഒരു നിലയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ബ്രൂണോ ഗിമാറസിൻ്റെ ഈ ഒരു ഡിസിഷൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ഇൻ പോൾ പൊസിഷൻ ഫോർ ദ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ബ്രൂണോ ഗിമാറസിന് ഈ ഒരു ട്രാൻസ്ഫറിനോട് യെസ് പറഞ്ഞതായിട്ടാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. സോ നമ്മൾ ഏറ്റവും അടുത്ത് അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ 80 മില്യൺ യൂറോസ്, അതാണ് ബ്രൂണോ ഗിമാറസിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഏകദേശം 69 മില്യൺ പൗണ്ട്സിന് ഈ ഒരു ട്രാൻസ്ഫർ സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ബ്രൂണോ ഗിമാറസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നടക്കാനായിട്ടുള്ളൊരു സാധ്യത മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കാസമീറോ ആണ്. കാസമീറോയുടെ നാട്ടുകാരൻ ബ്രസീലിയൻ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള പ്ലെയർ ആണ്. പിന്നെ കാസമീറോ പേഴ്സണലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് ബ്രൂണോ ഗിമാറസ്. നമുക്കറിയാം കാസമീറോ ഈ ഒരു സീസൺ കഴിയുന്നതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടു പോവുകയാണ്. അപ്പം കാസമീറോയുടെ ആ സെയിം പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാസമീറോ തന്നെ റെക്കമെൻഡ് ചെയ്ത പ്ലെയർ ആണ് ബ്രൂണോ. അപ്പോൾ നമുക്ക് ബ്രൂണോനെ കുറിച്ചിട്ട് അറിയാം, ന്യൂകാസിലിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് സീസണായിട്ട്, കഴിഞ്ഞ 2-3 സീസണായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബ്രൂണോ ഗിമാറസ് നോട്ട് ഓൺലി ജസ്റ്റ് എ പെർഫെക്റ്റ് മിഡ്ഫീൽഡർ, പക്ഷെ ഓൾസോ എ ഗോൾ സ്കോറർ ലൈക്ക് കാസമീറോ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ. കാരണം കാസമീറോ നമുക്കറിയാം ഈ ഒരു സീസണിൽ തന്നെ ഓൾമോസ്റ്റ് 7 ഗോൾ അടിച്ചിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതേപോലത്തെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പോലും ഒരു സീസണിൽ മേ ബി ഒരു 5 to 7 ഗോൾസ്, ഓക്കെ 7 നമുക്ക് കൂട്ടാം, ഒരു ടോട്ടൽ സീസൺ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 ഗോൾസ് തരാൻ പറ്റുന്ന ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിനെയാണ് നമുക്ക് ബ്രൂണോ ഗിമാറസിലൂടെ കിട്ടുന്നത്. ബ്രൂണോയുടെ മറ്റുള്ള എന്താ പറയുക അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ആ സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് ഒരു ടയർലെസ് ടാക്ടീഷ്യനാണ്. പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഓടി കളിച്ചിട്ട് അധ്വാനിച്ച് കളിക്കുന്ന ലൈക്ക് ഫുൾ എഫേർട്ട് 100% എഫേർട്ട് ടീമിന് കൊടുക്കുന്ന ഒരു പ്ലെയറാണ് ബ്രൂണോ ഗിമാറസ്. ആൻഡ് ഓൾസോ എ ലീഡർ. നമുക്ക് ഈ ടീമിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നുള്ളത് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള പ്ലെയറിനാണ്. നമുക്കറിയാം ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീം മൊത്തം ലീഡേഴ്സ് ആയിരുന്നു. ലൈക്ക് ഏതൊരു പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാലും വി ഹാഡ് പ്രോപ്പർ ലീഡേഴ്സ് ഇൻ ആ ടീം. ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു പുതിയൊരു പ്ലെയർ വരുമ്പോൾ ആ പ്ലെയറിൻ്റെ കൂടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ബൂസ്റ്റ് ആൻഡ് ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് വേണം പറയാനായിട്ട്. സോ ബ്രൂണോ ഗിമാറസിൻ്റെ പിന്നെ മറ്റുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏജ് ഫാക്ടറാണ്. ബ്രൂണോ ഗിമാറസിന് ഓൾറെഡി 28 ഇയേഴ്സ് ഉണ്ട്. എനിക്കൊന്ന് വരുന്ന നവംബറിലോ മറ്റോ ഹി വിൽ ടേൺ 29. അപ്പോൾ 29 തികയാൻ പോകുന്ന പ്ലെയർ, ഈ 2026 29 തികയാൻ പോകുന്ന ഒരു പ്ലെയറിന് ഈ പറയുന്ന കണക്ക് ഏകദേശം ഒരു 70 മില്യൺ
പൗണ്ട്സിൻ്റെ ട്രാൻസ്ഫർ വേണമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ ഗിമാരസിന് ഐ തിങ്ക് ഹി വിൽ ഹാവ് ഒരു 4 വർഷം ഉറപ്പായിട്ടുണ്ടാവും, ഒരു 4-5 വർഷം ഹയസ്റ്റ് ലെവലിൽ കളിക്കാനായിട്ടുള്ള ഒരു ഫിസിക്കാലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ ഹി ഈസ് റൈറ്റ് നൗ ഇൻ ഹിസ് പ്രൈം. ഒരു പ്ലെയറിൻ്റെ പ്രൈം നമുക്കറിയാം, ഒരു 27-28 ആ ഒരു റേഞ്ച് ആയിരിക്കുമ്പോഴാണ് ഒരു പ്രൈമിലേക്ക് എത്തിപ്പെടുന്നത്. ഓർ മേ ബി ലൈക്ക് ഒരു 26 കഴിഞ്ഞിട്ട് 26 ഒക്കെ എനിക്ക് പ്രൈമിൻ്റെ സ്റ്റാർട്ടാണ്. പക്ഷേ ഒരു 27-28 എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പ്രൈമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ പ്രൈമിൽ എത്തിപ്പെട്ടിട്ട് പിന്നെ അത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഡൗൺ ആകുന്നതെന്ന് പറഞ്ഞാൽ മേ ബി ഒരു 4-5 ഇയേഴ്സ് എടുക്കും. ഒരു 33-34 ഒക്കെ എത്തുമ്പോഴാണ് ഒരു പ്ലെയർ പിന്നെയും കുറച്ചുകൂടെ ഡൗൺ ആകുന്നതെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. സോ ഐ തിങ്ക് വി definitely have a minimum of 4 years with Bruno. ഇപ്പം 28 നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു 34 വരെയൊക്കെ ഈസി ആയിട്ട് കളിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പം നമ്മുടെ കാസമിറോ 34 ഇയേഴ്സ് ആണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെയിം ലെവലിൽ തന്നെ കിട്ടുന്ന ഒരു പ്ലെയറാണ് ബ്രൂണോ ഗിമാരസിൻ്റെ ട്രാൻസ്ഫർ വളരെ സ്മൂത്തായിട്ട് നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വരെ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഒരു ഡിസ്കഷൻ്റെ അകത്ത് റിയൽ മാഡ്രിഡ് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കറിയാം റിയൽ മാഡ്രിഡ് ഒരു ഡിസ്കഷനിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫർ അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 69 മില്യൺ ടോക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്തോട്ട് മുകളിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യതയും ഉണ്ട്. പക്ഷേ റിയൽ മാഡ്രിഡിൻ്റെ ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു 28-29 നിൽക്കുന്ന ഒരു പ്ലെയറിന് അത്രയും പൈസ കൊടുത്തിട്ട് അവർ വാങ്ങിക്കുമോ എന്നുള്ള ഇത് നമുക്ക് ഉറപ്പില്ല. പക്ഷെ എന്നിരുന്നാലും അതൊരു പേഴ്സണൽ എന്താ പറയുക ഒരു ചോയ്സ് ആയിരിക്കും. ഇപ്പം ബ്രൂണോ ഗിമാരസ് വിചാരിക്കുന്നത് എനിക്ക് റിയൽ മാഡ്രിഡിൽ കളിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത വരുവാണെങ്കിൽ he can definitely go to Real Madrid. പക്ഷേ if he wants to still stay in the Premier League, അതിട്ട് ഒരു ടോപ്പ് ലെവൽ ടീം ഒരു ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയാണെങ്കിൽ he can definitely stay or he can choose Manchester United. എനിക്ക് തോന്നുന്നു like he will definitely choose Manchester United എന്നാണ്. കാരണം he is interested to stay with the Premier League എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ന്യൂസ്. അപ്പം അങ്ങനെ സാഹചര്യം വരുമ്പോൾ ഡെഫിനറ്റ്ലി ചാമ്പ്യൻസ് ലീഗ് ടീം ആൻഡ് ഓൾസോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലത്തെ അത്രയും വലിയ സ്റ്റേച്ചറുള്ള ഒരു ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറിൻ്റെ ഒരു ഡ്രീം തന്നെയായിരിക്കും. സോ ഐ തിങ്ക് ഹി വിൽ ഡെഫിനറ്റ്ലി ബി വെരി മച്ച് സൂട്ടബിൾ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പിന്നെ ബ്രൂണോ ഗിമാരസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം ഒരു ലീഡർഷിപ്പ് ഉണ്ട്, പിന്നെ അതുമല്ല എഫേർട്ട് പ്ലേയിങ് ഇതിനകത്ത് നല്ല രീതിയിലുള്ള എഫേർട്ട് കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. സോ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ 100% ബാഡ്ജിന് വേണ്ടിയിട്ട് കളിക്കാൻ കെൽപ്പുള്ള പ്ലെയേഴ്സിനെയാണ് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്ക് ആവശ്യം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ഹു വിൽ ഗിവ് ദിയർ ഹാർട്ട് ആൻഡ് സോൾ ഫോർ ദ ക്ലബ്, അങ്ങനത്തെ ഒരു പ്ലെയർ ഡെഫിനറ്റ്ലി വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും ആ ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബ്രൂണോ ഗിമാരസ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടക്കുമോ, അതോ അതൊരു നല്ല ഡീലാണോ, അതോ നല്ല ഡീൽ അല്ലയോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിങ് മോശമാണോ, അല്ലെങ്കിൽ ഏജ് ഫാക്ടർ പ്രശ്നമാണോ, അങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ട്. സോ ഇഫ് യു തിങ്ക് എനി ഓഫ് ദീസ്, ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൈൻഡ്ലി ഗിവ് ഒരു ലൈക്ക് തരിക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആസ് വെൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.